ഹായ്, ഇന്നത്തെ റെസിപ്പി ശർക്കര വരട്ടിയാണ്. ഓണക്കായില്ല, അപ്പം നമുക്ക് സദ്യക്ക് വേണ്ട ശർക്കര വരട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ. ഞാനിപ്പോൾ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത പച്ചക്കായ തന്നെ എടുക്കണേ, എന്നാലേ ഇതേപോലെ തൊലി കളഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കട്ടെ, അതിൻ്റെ കറ എല്ലാം പോയി കിട്ടാൻ. അങ്ങനെ ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് കനം കൂടുകയും ചെയ്യരുതും, അതേസമയം കനം കുറഞ്ഞും പോകരുത്. ഇനി ഇതൊരു 3 പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ കറ എല്ലാം പോവുള്ളൂ. ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു പൊടി റെഡിയാക്കി എടുക്കട്ടെ. 1/4 കപ്പ് അവലാണ് എടുത്തത്. ഞാനിപ്പോൾ റെഡ് അവലാണ് എടുത്തത്. നന്നായിട്ട് വറുത്തെടുക്കട്ടെ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് അവലായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. അതേപോലെ 1.5 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഈ കായ വറുത്തെടുക്കട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 ബാച്ചാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ കായ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം. അതേപോലെ കളറെല്ലാം മാറിയിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇതേപോലെ ചെയ്തെടുക്കട്ടോ. പിന്നെ ഞാനൊരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ശർക്കര ഈ പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഈ ശർക്കര ഒന്ന് കുറുക്കി എടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഇത് അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവല്ല, ആ പരുവത്തിലാണ് വേണ്ടത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കായ ഇട്ട് കൊടുക്കട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ. പെട്ടെന്ന് തന്നെ അങ്ങനെ മിക്സാക്കി എടുക്കണേ. ആ ശർക്കര കായൻ്റെ എല്ലാ വശത്തും എത്തത്തക്ക വിധത്തിൽ വേണം മിക്സാക്കി എടുക്കാൻ. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഈ പൊടി ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ പൊടിച്ച് വെച്ച പൊടിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഈ പൊടി ഇട്ട് കൊടുക്കുന്തോറും ഇതിങ്ങനെ ടൈറ്റായിട്ട് വരിക. ഈ അവൽ ചേർക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ ഒരു ശർക്കര വരട്ടി. അപ്പോൾ ഇനി ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ബൈ.